അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യ കീഴടക്കുക എന്നതാണ്. ലോകത്തെ മൂന്നാമത് സമ്പദ് ശക്തിയാകുന്നത് തടയണം. ബ്രിട്ടൻ ഭരിക്കാൻ ഇന്ത്യ കീഴടക്കിയ പോലെ കച്ചവടത്തിനായി അമേരിക്കയ്ക്ക് ഇന്ത്യ കീഴടക്കുക. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. 150 കോടി ജനങ്ങൾ. ഇത് പിടിച്ചെടുക്കുകയും ഇന്ത്യൻ ഉൽപ്പാദകരെ തകർക്കുകയുമാണ് US ലക്ഷ്യം. ഇന്ത്യക്കെതിരായ വൻ നീക്കം, ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുക. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് 200% വരെ താരിഫ് ചുമത്തി നരേന്ദ്രമോദി അമേരിക്കയ്ക്കെതിരെ ഉരുക്കുമതിൽ കെട്ടി ഇന്ത്യൻ വിപണി സംരക്ഷിക്കുന്നത്. ബ്രിട്ടീഷ് മോഡൽ കയ്യേറ്റത്തിന് വീണ്ടും വെള്ളക്കാരുടെ നീക്കം. ഇന്ത്യൻ വിപണിയിൽ അമേരിക്ക എത്തിയാൽ ജനം നരകിക്കും, വിലകൾ ഉയരും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ നിർത്തിയാൽ ഇന്ത്യ ഇന്ധനക്ഷാമത്താൽ മറ്റൊരു പാകിസ്ഥാനായി മാറും. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് പെട്രോളിയം വാങ്ങുന്നതിനു പിന്നിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പരമ്പരാഗതമായ എണ്ണ വിതരണ ശൃംഖലകൾ യൂറോപ്പിലേക്ക് മാറി. ആഗോള ഊർജ്ജ വിപണിയെ ശക്തിപ്പെടുത്തുന്നതിന് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷയും രാജ്യ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസ്താവന പറയുന്നു. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാഹചര്യം ഇല്ലാതിരുന്നിട്ടും റഷ്യയുമായി വ്യാപാരം നടത്തുന്നവരാണ് തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് എന്ന കണക്കുകൾ നിരത്തി സ്ഥാപിക്കുകയാണ് ഇന്ത്യ. 2024 റഷ്യയുമായി യൂറോപ്യൻ യൂണിയൻ 67.5 ബില്യൺ യൂറോയുടെ വ്യാപാരം നടത്തി. 2023 27.3 യൂറോ മൂല്യമുള്ള സേവന വ്യാപാരം നടത്തി. ഇത് ഇന്ത്യ റഷ്യൻ വ്യാപാരത്തെക്കാൾ വലിയ തുകയാണ്. റഷ്യയിൽ നിന്നുള്ള LNG ഇറക്കുമതിയിൽ EU 2024 റെക്കോർഡിട്ടു 16.5 ദശലക്ഷം ടൺ. എണ്ണ മാത്രമല്ല, മറ്റു നിരവധി റഷ്യൻ ഉൽപ്പന്നങ്ങളും യൂറോപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും പ്രസ്താവന വെറുതെ വിടുന്നില്ല. ആണവ വ്യവസായത്തിന് വേണ്ട യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, വൈദ്യുത വാഹന വ്യവസായത്തിന് പലേഡിയം എന്നിവ കൂടാതെ രാസവളങ്ങളും രാസവസ്തുക്കളും റഷ്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പാശ്ചാത്യരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുന്ന പ്രസ്താവന ഇപ്പോഴത്തെ അമേരിക്കൻ പാശ്ചാത്യ നീക്കങ്ങൾക്ക് പിന്നിൽ അവരുടെ സ്വാർത്ഥത മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 9 റഷ്യ ഉക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% അധിക തീരുവ ചുമത്തും എന്നാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ചൂണ്ടിക്കാട്ടി തീരുവ ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് തങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്കുമേൽ അമേരിക്ക നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് റഷ്യ ആരോപിച്ചു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളെ നിർബന്ധിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഭീഷണികളുമാകുന്ന നിരവധി പ്രസ്താവനകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരം പ്രസ്താവനകൾ നിയമപരമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടേതായ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം വിശദീകരിച്ചു. പരമാധികാര രാജ്യങ്ങൾക്ക് സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനും വ്യാപാര സാമ്പത്തിക സഹകരണത്തിനുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കാനും ഒരു പ്രത്യേക രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അനുസൃതമായ വ്യാപാര സാമ്പത്തിക സഹകരണത്തിന്റെ രൂപങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാനും അവകാശമുണ്ട്. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പെസ്കോവ് പറയുന്നു. ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മോസ്കോ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചില്ല എങ്കിൽ റഷ്യയ്ക്കും അവരുടെ ഊർജ്ജ കയറ്റുമതി വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് വെള്ളിയാഴ്ച ട്രംപ് നടത്തിയ പ്രഖ്യാപനം. എന്നാലും സമയപരിധി കഴിഞ്ഞിട്ടും യുദ്ധത്തെക്കുറിച്ചുള്ള തന്റെ നിലപാടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മറ്റൊരു സംഭവ വികാസത്തിൽ പറയുകയാണ് എങ്കിൽ ട്രംപിന്റെ താരിഫ് ഭീഷണികളെ ന്യായീകരിക്കാനാവാത്തത് എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും അതിന്റെ ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സകല നടപടികളും സ്വീകരിക്കും. ഉക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ US അത്തരം ഇറക്കുമതികളെ സജീവമായി പ്രോത്സാഹിപ്പിച്ചു എന്ന് ന്യൂഡൽഹി വാഷിംഗ്ടണിനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഇന്ത്യൻ റിഫൈനർമാരെ ഒറ്റപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെയും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയുടെ ഇറക്കുമതി ആഗോള വിപണി സാഹചര്യം നിർബന്ധിതമാക്കുന്ന ഒരു ആവശ്യകതയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. എന്നാൽ അതിനെ വിമർശിക്കുന്ന രാജ്യങ്ങൾ അത്തരം വ്യാപാരം ഒരു സുപ്രധാന നിർബന്ധം പോലും അല്ല എങ്കിൽ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുകയാണ് എന്ന്. ട്രംപിന്റെ ഭീഷണികൾ വകവയ്ക്കാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് തന്നെയാണ് ഇന്ത്യൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.